സാംസണ് അവസരങ്ങൾ കൊടുത്തിരുന്ന കർത്താവ് ഓരോ തെറ്റിൽ നിന്ന് കയറി വരാൻ ഓരോ തവണ രക്ഷിച്ചെടുത്തിട്ടും അവസാനം സാംസൺ ഒരിക്കലും തിരിച്ചു കയറി വരാൻ പറ്റാത്ത രീതിയിലൊരു പടുകുഴിയിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു അപായ സൂചനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും അവസാനത്തെ ഒരു മല്ലയുദ്ധത്തിന് വേണ്ടിയിട്ട്, ഒരു ഫൈനൽ ഫൈറ്റിന് വേണ്ടിയിട്ട് സാംസൺ ഇങ്ങനെ ഒരുങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. സാംസൺ സർവ്വശക്തിയും എടുത്തിട്ട് അവനെ 2 തൂണയിൽ കെട്ടി നിർത്തിയേക്കാണ്. അവിടെ നിന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ശത്രുക്കളെ കണ്ണൊക്കെ ചൂട് നിർത്തിയിട്ടുണ്ട്. ഒരിക്കൽ ബലമുണ്ടായിരുന്ന ഒരാൾ, ഒരിക്കൽ സർവ്വശക്തി ഉണ്ടായിരുന്ന ഒരാൾ, വിശുദ്ധിയുടെ വലിയ കോട്ട കൊണ്ട് ശക്തി പിടിച്ച ഒരാൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ശത്രുക്കൾ അവനെ വിളിക്കുന്നുണ്ട്, സാംസൺ ഇങ്ങോട്ട് വിളിക്ക്, അവൻ നമ്മുടെ മുമ്പിൽ അഭ്യാസം കാണിക്കട്ടെ എന്ന്. എവിടെയോ വായിച്ചാണ്, പണ്ടേതോ ഒരു അച്ഛൻ എഴുതിയതോ പറഞ്ഞതോ ആയ കാര്യം എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്. അഭിഷേകം നഷ്ടപ്പെട്ടു പോയ അഭിഷിക്തൻ അഭ്യാസിയായിട്ട് മാറും. അഭിഷിക്തൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വൈദികനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. കർത്താവിന്റെ അഭിഷേകം കിട്ടിയ, വചനത്തിന്റെ അഭിഷേകം കിട്ടിയ, മാമോദീസ സ്വീകരിച്ച, ഈശോയെ സ്നേഹിക്കുന്ന എല്ലാ അഭിഷിക്തരും, ഇത് കേട്ടോണ്ടിരിക്കുന്ന നീ, അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ അഭ്യാസിയായിട്ട് മാറും. ആൾക്കാർ കൈയടിക്കും, കോമാളിയെ നോക്കി ആൾക്കാർ കൈയടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഉള്ളിൽ നിന്ന് ഈശോ ഇറങ്ങിപ്പോയത് നമ്മൾ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം കേട്ടോ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് സാരമില്ല, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ചില പാപങ്ങളെ നമ്മൾ കാണുമ്പോൾ ഇതൊന്നും അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല എന്ന് വിചാരിച്ച് വിശുദ്ധിക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശോ, ഈ പരിശുദ്ധൻ ഇറങ്ങിപ്പോയത് നമ്മൾ അറിയില്ല. നമ്മൾ ചുമ്മാ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ചുമ്മാ മുഷ്ടി ചുട്ടി ഇട്ടിക്കൊണ്ടിരിക്കും. കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പാപം ചെയ്ത് മുട്ടി മുഴുവൻ മുറിച്ച് കളഞ്ഞു. നമ്മളിങ്ങനെ ബലമില്ലാണ്ട് നിൽക്കുകയാണ്. സ്വർഗീയ തീ കനലല്ലോ